ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് കാത്തിരുന്ന് ആറ്റുനോറ്റി കിട്ടിയ സുന്ദരിയാണ് വൈറ്റ് അലമാൻഡ. അതുകൊണ്ട് തന്നെ ഓരോ പൂ വിരിയുന്നതും എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ബഡൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഫ്ലവർ വിരിയുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ ലിങ്ക് അയച്ചു തരണം, ഞങ്ങൾക്ക് ആ പ്ലാന്റ് ഇല്ലെങ്കിൽ ഫ്ലവറെങ്കിലും കണ്ട് ആശ്വസിക്കാമല്ലോ എന്ന്. അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പൂ വിരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തത്. എന്ത് രസമല്ലേ. അപ്പോൾ എന്നെപ്പോലെ അലമാൻ്റെ ഇഷ്ടപ്പെടുന്ന വേറെയും കൂട്ടുകാരുണ്ടെന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷം. അലമാൻ്റെ പ്ലാന്റ്സ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കളേഴ്സ് തന്ന് പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. വൈറ്റ് മറ്റ് അലമാൻ്റെ പ്ലാന്റ്സിനെ പോലെയല്ല, നല്ല കട്ടിയുള്ള ഇലയാണ്. നമ്മുടെ പെട്രിയുടെയൊക്കെ ഇല പോലെ റഫായിട്ടാണ് ഇരിക്കുന്നത്, സോഫ്റ്റ് അല്ല. നല്ല കട്ടിയുള്ള ഇലയും ഇലയ്ക്കൊരു പ്രത്യേക ചന്തമാണ്. ഒരു ചെറിയ സിൽവർ കലർന്ന ഗ്രീൻ കളറാണ്. ബാക്കിയുള്ള അലമാൻഡുകളുടെ ഉൾവശത്ത് കളർ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ വെള്ളയ്ക്ക് അങ്ങനെയില്ല. പക്ഷെ ബഡിൽ കളർ ചേഞ്ച് ഉണ്ട്. ആദ്യം കാണാൻ നമ്മുടെ ബട്ടർ കളറിൻ്റെ ബഡ് പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇനി വെള്ള ആവുമോ, വെള്ള ആയിരിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലിരിക്കുമായിരുന്നു. പ്യൂർ വൈറ്റ് തന്നെയാണ്. പിന്നെ ആ ബഡിൻ്റെ അറ്റത്ത് കണ്ട ആ യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ലൈറ്റായിട്ട് കാണാം. അടുത്ത ഒരാളെക്കുറിച്ച് പറയാനുള്ളത് ബ്ലീഡിങ് ഹാർട്ടിനെ കുറിച്ചാണ്. ഇതിൻ്റെ വൈറ്റും റെഡും ഒക്കെ പർപ്പിൾ ഷെയ്ഡൊക്കെ കയറി വരുന്നതും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ സാധാ നാടൻ വെറൈറ്റി, കോമൺ വെറൈറ്റിയുടെ റെഡും പർപ്പിളും കൂടെ കയറി വരുന്നതാണ്. അതിൻ്റെ ലീഫ് കണ്ടോ. ഇതിനെല്ലാം പറയാൻ വന്നത് ഈ സുന്ദരിയാണ്. ഇത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന ബ്രൈഡൽ ബ്ലീഡിങ് ഹാർട്ടാണ്. എപ്പോഴും എനിക്ക് ബ്രൈഡൽ ബൊക്കേനെ വരുള്ളൂ കേട്ടോ. ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൽ വെരിഗേഷൻ വരുന്നവർ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ അങ്ങ് പിടിച്ച് കയറിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതുപോലെ ഫ്ലവർ തരും. എന്ത് രസമല്ലേ ആ വൈറ്റ് ഇലകളും ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലെ ലീഫും. 1-2 പ്ലാന്റേ ഉള്ളൂ എനിക്കിപ്പോൾ കൊടുക്കാനായിട്ട്, ഒരുപാട് തൈകളൊന്നും ആയിട്ടില്ല. പിന്നെ ഇത് കോമൺ വെറൈറ്റി ആണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അറിയാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ പറ്റില്ല, ഒത്തിരി ഉയരത്താണ്. നമ്മുടെ പാണ്ട ഫൈക്കസിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് സെയിലുള്ളത്. വളരെ ലെക്കാണ്, വീട്ടിൽ വെച്ച് നല്ലൊരു ഐശ്വര്യം തരുന്ന ഒരു പ്ലാന്റാണ്. ഇത് സൈസ് കണ്ടോ, ബോൺസായി ആയിട്ട് നമുക്ക് കിടിലനായിട്ട് റൗണ്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ചില പ്ലാന്റ്സ് അങ്ങനെയാണല്ലോ, നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിൽ പെടുത്താവുന്ന ഒരു അടിപൊളി ചെടിയാണ് പാണ്ട ഫൈക്കസുകൾ. ഈ കാണുന്ന ബേർണസ്റ്റ് ഫേൺ പോലത്തെ ഇതിൻ്റെ പേരെന്തോ ഉണ്ട്, ഒരു റെയർ വെറൈറ്റി ആണ്. ഇതിൻ്റെയും വളരെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം, പുള്ളിക്കാരി ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. മുന്നേ കുട്ടി പറഞ്ഞാൽ മാത്രമേ എനിക്ക് ആ സ്റ്റോക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.